ഹലോ! എല്ലാവർക്കും നമസ്കാരം. റിയാസ് കുക്ക് ബുക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബേബി ലെഡ് വീനിങ്ങിനെ കുറിച്ചാണ് സംസാരിച്ചത്. ബേബി ലെഡ് വീനിങ്ങിൽ തീരുമാനങ്ങൾ എടുക്കുന്ന കുഞ്ഞാണ്. കുഞ്ഞാണ് അവന് എത്ര ആഹാരം കഴിക്കണം, എങ്ങനെ കഴിക്കണം, ആഹാരം കഴിക്കണോ അത് വെച്ച് കളിക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് കുഞ്ഞാണ്. ബേബി ലെഡ് വീനിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പേരൻസ് അറിഞ്ഞിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഫസ്റ്റ് കാര്യം എന്താന്ന് വെച്ചാൽ നോ പ്രഷർ എൻവയൺമെന്റ്. നമ്മുടെ കുഞ്ഞിന് നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പം പൊതുവെ പേരൻസ് വളരെ ഡിസ്റ്റർബ്ഡ് ആണ്. കുഞ്ഞ് എത്ര കഴിച്ചു, എങ്ങനെ കഴിക്കുന്നു, അത് ഫുള്ള് തീർക്കുമോ, ഇങ്ങനെയുള്ളൊരു പ്രഷർ കുഞ്ഞിന് കൊടുക്കും. സാധാരണ ഇപ്പം നമ്മളായാലും ഫുഡ് കഴിക്കുമ്പോൾ നമ്മളോട് അത് കഴിക്കുക ഇത് കഴിക്കുക എന്നൊക്കെ നമ്മളോട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളും. കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കാൻ തുടങ്ങുമ്പം അതിപ്പോൾ ബേബി ലെഡ് വീനിങ് ആയാലും ട്രഡീഷണൽ വീനിങ് ആയാലും മാക്സിമം നമുക്ക് കുഞ്ഞിന് പ്രഷർ കൊടുക്കാതിരിക്കുക. സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ചാൽ പേരൻസ് അറിഞ്ഞിരിക്കേണ്ടത് വീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കുട്ടിക്ക് ഒരിക്കലും സ്ക്രീൻ വെച്ചുകൊണ്ട് ഫുഡ് കൊടുക്കാതിരിക്കുക. ടോട്ടൽ നമുക്ക് പറയാം ഒരു സ്ട്രെസ് ഫ്രീ എൻവയൺമെൻ്റ് ആണ് കുഞ്ഞിന് ക്രിയേറ്റ് ചെയ്യേണ്ടത് ബേബി ലെഡ് വീനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. അടുത്തതായി പേരൻസ് അറിഞ്ഞിരിക്കാനുള്ള കാര്യം എന്താണെന്ന്, ഇത് ഭയങ്കര ഫണ്ണിയാണ്. ഞാൻ ഇപ്പോൾ ഓർക്കുമ്പോൾ അതൊക്കെ എനിക്ക് ചിരി വരുന്നു. എന്നാലും ആ ഒരു സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്തായിരുന്നു, പക്ഷെ ഞാൻ തന്നെ എൻ്റെ മനസ്സിനെ പഠിപ്പിക്കുമായിരുന്നു, ബി പേഷ്യൻറ്റ്, ബി പേഷ്യൻറ്റ്. ആ പേഷ്യൻസ് ഞാൻ അത്രയും അന്ന് കാണിച്ചതുകൊണ്ട് ഞാൻ ഇന്ന് വളരെ കൂളായിട്ട് നിങ്ങളുടെ മുന്നിൽ നിൽക്കുകയാണ്. അതായത് പേഷ്യൻസ്. ബേബി ലെഡ് വീനിങ്ങിന് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യമാണ് പേഷ്യൻസ്. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ബേബി ലെഡ് വീനിങ്ങിൽ ചെയ്യുന്നൊരു കുഞ്ഞിനെ നമ്മൾ ആ കുഞ്ഞിൻ്റെ ബൗളിൽ ഫുഡ് കൊടുത്ത് അതിനെ ഇരുത്തി കഴിയുമ്പം എല്ലാ കുഞ്ഞുങ്ങളും ആ ഫുഡ് എടുത്ത് വായി വെക്കണമെന്ന് ഇല്ല. ആദ്യത്തെ കുറച്ച് ആഴ്ചകളും ദിവസങ്ങളും കുഞ്ഞുങ്ങൾ ആ ഫുഡ് വെച്ച് കളിക്കും. ആ ഫുഡ് ഹൈ ചെയറിൽ ഇരുന്ന് ആ ഫുഡ് താഴത്തേക്ക് എറിയും. അങ്ങനെ പല പല കാര്യങ്ങൾ കാണിക്കും. പക്ഷേ നമ്മൾ പേഷ്യൻ്റായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ വരും ദിവസങ്ങളിൽ എന്തായാലും കുഞ്ഞ് ഫുഡ് എടുത്ത് വായിൽ വെച്ചിരിക്കും. എന്നിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഞാൻ കൂടുതലും പേരൻസിലും ഗ്രാൻഡ് പേരൻസിലും ഒക്കെ കണ്ടുവരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ബൗളിൽ ഫുഡ് എടുത്തു കഴിഞ്ഞാൽ ആ ബൗളിൽ ഫുഡ് കുഞ്ഞ് കഴിച്ച് തീർത്തേ പറ്റുള്ളൂ. അങ്ങനെ ഒരു വാശി വെക്കേണ്ട കാര്യമില്ല. നമ്മുടെ രീതിയിൽ നിന്നൊന്ന് ചിന്തിച്ചാൽ മതി. നമ്മൾ ഇപ്പം നമ്മുടെ വയറിൽ കൊള്ളാവുന്നതിലും കൂടുതൽ ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് കുഞ്ഞിനും. കുഞ്ഞിന് സാധാരണ ഇപ്പോൾ കോരി കൊടുക്കുന്നതാണെങ്കിൽ, സ്പൂൺ ഫീഡിങ് ചെയ്യുകയാണെങ്കിൽ കുഞ്ഞ് ആദ്യത്തെ കുറച്ച് പ്രാവശ്യം നമുക്ക് തുറന്നു തരും. അപ്പോൾ നമ്മൾ ഫുഡ് കൊടുക്കും. കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞ് ഇങ്ങനെ മുഖം മാറ്റും. അതിൻ്റെ അർത്ഥം അവന് വയറ് നിറഞ്ഞെന്നാണ്. ബേബി ലെഡ് വീനിങ്ങിലായാൽ കുഞ്ഞ് ഫുഡ് കഴിക്കും. കഴിച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ വായിലൊക്കെ വെച്ച് ഫുഡ് കളിച്ച് വായിലൊക്കെ വെച്ച് കഴിച്ച് കഴിഞ്ഞ് പിന്നെ പതിയെ ചിലപ്പോൾ ഫുഡ് താഴെ ഇട്ട് തുടങ്ങും, അല്ലെ ഫുഡ് വെച്ച് കളിക്കാൻ തുടങ്ങും. എൻ്റെ കുഞ്ഞ് അങ്ങനെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ബേബി ലെഡ് വീനിങ് ആയതുകൊണ്ട് അവൻ ഫുഡൊക്കെ ഒന്ന് കഴിച്ച് കഴിയുമ്പോൾ പിന്നെ പതിയെ ഫുഡ് വെച്ച് കളിച്ചു തുടങ്ങും. അതിൻ്റെ അർത്ഥം അപ്പോൾ എനിക്ക് മനസ്സിലാവും അവന് ഫുഡ് മതിയായി. പറയാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി ഇല്ലെങ്കിൽ നമുക്ക് ബേബി ലെഡ് വീനിങ് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ദിവസം നമ്മൾ ഫുഡ് കുഞ്ഞിൻ്റെ മുന്നിലേക്ക് വെച്ച് കൊടുത്തു, കുഞ്ഞത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ചിലപ്പം ഇപ്പം നമ്മൾ ഫസ്റ്റ് ഡേ ബനാനയാണ് കൊടുത്തതെന്ന് വെക്കുക. ബനാന ആദ്യം കടിച്ചു കഴിഞ്ഞിട്ട് സ്പിറ്റ് ചെയ്ത് കളഞ്ഞു. അപ്പം ഒരിക്കലും നമ്മൾ വിചാരിക്കാൻ പാടില്ല കുഞ്ഞിന് ബനാന ഇഷ്ടമല്ല, അല്ലെങ്കിൽ നാളെ മുതൽ ഇനി ബനാന കൊടുക്കേണ്ട, കുഞ്ഞിനത് ഇഷ്ടപ്പെടില്ല. അങ്ങനെയല്ല. കൺസിസ്റ്റൻസി എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞ് കഴിക്കും, ചിലപ്പോൾ നാളെ കഴിക്കില്ല. ഇന്ന് കൊടുത്ത ഫുഡ് നന്നായിട്ട് കഴിക്കും, ചിലപ്പോൾ സെയിം ഫുഡ് പിറ്റേ ദിവസം കൊടുത്താൽ കഴിക്കില്ല. ഇതെല്ലാം ഇതിലുള്ളതാണ്. ബ്ലഡ് വീനിങ് സ്റ്റാർട്ട് ചെയ്യുന്ന പേരൻസിന് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൺസിസ്റ്റൻസി വേണം, നല്ല ക്ഷമ വേണം. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മനസ്സിലൊരു ബോധം വേണം, ഇത് വളരെ സ്ലോ പ്രോസസ്സ് ആയിരിക്കും. എൻ്റെ കുഞ്ഞിനും ഒരു 2 വയസ്സായി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇത്രയും കൂളായിട്ട് നിന്ന് വളരെ ഹാപ്പി ആയിട്ട് ഇതെല്ലാം നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നത്. കാരണം 2 വയസ്സായപ്പോഴാണ് കുഞ്ഞ് ഫുള്ളി ഇൻഡിപെൻഡൻ്റ് ആയെന്ന് എനിക്ക് മനസ്സിലായത്. അതിന് ബേബി ലെഡ് വീനിങ് വളരെയധികം ഹെൽപ്പ് ചെയ്തു. ആദ്യമൊക്കെ കുറേ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനി വരും വീഡിയോസിൽ ഞാൻ ഷെയർ ചെയ്യും.